ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സർപ്രൈസ് സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഒരു വീഡിയോ ഒന്നും ചെയ്യാതെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു CCTV ക്യാമറയാണ്. അപ്പോൾ നമുക്ക് പല സ്ഥലത്തു നിന്നും ക്യാമറകൾ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൺലൈനിലാണ് ഒരു ക്യാമറ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷോപ്പിൽ നിന്ന് ക്യാമറ കിട്ടുമ്പോൾ ഭയങ്കര റേറ്റാണ്. അതായത് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി വിലയാണ് ഷോപ്പിൽ നിന്ന് കിട്ടുമ്പോൾ. അപ്പം ഷോപ്പിലുള്ളവർ പറയുന്നത് അത് നിങ്ങൾക്ക് വാറണ്ടി കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവും, സർവീസ് കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല, അത് നിങ്ങൾക്ക് സർവീസിനൊക്കെ പ്രശ്നം വരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഏതായാലും ശരി, ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. 2 ക്യാമറകൾ വന്നിട്ടുണ്ട്. ഒന്ന് ആമസോണിൽ നിന്ന് ഒരു ക്യാമറ വന്നു, ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒരു ക്യാമറ വന്നു. അങ്ങനെ 2 ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഞാൻ ഈ ക്യാമറ വാങ്ങിയിട്ടുള്ളത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് EZVIZ, അതായത് എക്വിഷൻ എന്ന് പറയുന്ന അവരുടെ തന്നെയാണ് ഒരു C8C എന്ന് പറയുന്ന ഒരു മോഡലാണ്. C8C അത് തന്നെയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇതാ EZVIZ C8C. ഇത് ഒരു പുറത്തൂടെ ഒരു പാക്കിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇത് ഇതേപോലെ തന്നെ അവർ ഇതിൻ്റെ പുറത്ത് ഒരു സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ശരി, ഈ ക്യാമറയുടെ ഈ പാക്കറ്റിലുള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇതിനകത്ത് 10,700 രൂപയാണ് വിലയുള്ളത്. 10,700 രൂപ. നമുക്കിത് ഓൺലൈനിൽ കിട്ടുന്നത് 3,500, 4,000 ഇതിൻ്റെ ഇടയിലാണ്. ഇപ്പോൾ നമ്മൾ 2 ഓർഡർ ചെയ്യുമ്പോൾ ചെറിയ റേറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഒരു 200 രൂപ 300 രൂപ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ ഇത് കിട്ടുന്നത് 6,000 രൂപയാണ്. നമുക്ക് കിട്ടുന്നത് 3,500, 4,000. അതായത് നമുക്ക് രണ്ടിനും റേറ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിന് എനിക്കിത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത് ഈ കടയിൽ കിട്ടുന്നതും ഇവിടുന്ന് ഓൺലൈനിൽ കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നമുക്ക്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ. മാനുവലുണ്ട്. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ക്യാമറ. ഇത് മോട്ടറൈസ്ഡ് ആണ്, ഇത് കറങ്ങും. ഇത് വൈഫൈ ക്യാമറയാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വന്ന സാധനമാണേ. അപ്പോൾ ഇതൊന്ന്, പിന്നെ ഇതിൻ്റെ ഒരു ചാർജർ, ഇതിൻ്റെ സോക്കറ്റ് സ്ക്രൂ ചെയ്യാനുള്ള പിന്ന്, ഇതാണ് ഇതിൻ്റെ ചാർജർ. അതിനെപ്പോഴും കറണ്ട് വേണം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു അഡാപ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഈ ആമസോണിൽ നിന്ന് വന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയിരുന്നു. നല്ല പിക്ചർ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോളുക. കാരണം നമുക്ക് ഒരു പീസ് കംപ്ലൈൻറ്റ് വന്നാൽ പോലും നമുക്ക് അടുത്ത പീസ് ഓർഡർ ചെയ്താൽ, ഇനിയിപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നു, സർവീസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ, നമുക്ക് അടുത്ത ഒരു പീസ് ഓർഡർ ചെയ്യാനുള്ള റേറ്റും കൂടി നമുക്ക് പകുതി പൈസക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഒരെണ്ണം ഓർഡർ ചെയ്താലും നമുക്ക് നഷ്ടം വരുന്നില്ല. തന്നെയല്ല, ഇനി ഒരു വർഷം കഴിഞ്ഞാണ് ഇത് കംപ്ലൈൻറ്റ് വരുന്നത്, അപ്പോഴത്തേക്ക് ഇതിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അന്ന് നമുക്ക് ഈ 3,500 രൂപയ്ക്ക് ഇതിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി സൗകര്യങ്ങൾ കൂടുതലുള്ള സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റിയും ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ശരി, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. ആമസോണിൽ റേറ്റ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുക. എനിക്ക് ഇതിങ്ങനെ 2 സ്ഥലത്തു നിന്നായിട്ട് ഓരോന്ന് വരാനുള്ള കാരണം, എനിക്ക് ഒരെണ്ണം ആമസോണിൽ ഓർഡർ ചെയ്ത് അത് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് എന്തോ പ്രശ്നമായിട്ട് അത് റിട്ടേൺ പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരെണ്ണം ഓർഡർ ചെയ്തു. വന്നപ്പം 2 ഓർഡർ ചെയ്തായിരുന്നു. ഒന്ന് H8Cയും ഒന്ന് C8Cയുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. C8C ആണ് എനിക്കിവിടെ വന്നിട്ട് തിരിച്ചു പോയത്. C8C ഇവിടെ വന്നു, H8C തിരിച്ചു പോയത് കൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു C8C കൂടി ഓർഡർ ചെയ്തു. ഇനി H8C ആമസോണിൽ നിന്ന് ഇവിടെ വരുമ്പോൾ അതും തിരിച്ചു പോകുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഡെലിവറിയുടെ എന്തോ പ്രശ്നം കൊണ്ടാണ്, അത് ഡാമേജ് ആയിട്ട് മറ്റാണ് തിരിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2 C8C ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് രണ്ടും കൂടി പറയുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു കൊളാബ്രിക്കേഷൻ. ഓക്കെ, എന്തായാലും ശരി, ആ H8C ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല, അത് വീണ്ടും വരുന്നുണ്ട്.
ഇപ്പോൾ ഈ C8C അപേക്ഷിച്ച് കുറച്ചും കൂടി കാണാനൊക്കെ ഒരു ലുക്കും, ഇതിന് 2 കൊമ്പൊക്കെ ഉണ്ടല്ലോ, വൈഫൈ ആയതുകൊണ്ട് ഈ സാധനം കൊമ്പുണ്ട്, ഇതിന് വെയിറ്റ് ഉണ്ട് കേട്ടോ, ഒരുവിധം വെയിറ്റ് ഉണ്ട് നല്ല. അപ്പം അത് കുറച്ചും കൂടി കാണാൻ നല്ല സ്റ്റൈലൻ സാധനമാണ്. ഇത്ര ഇങ്ങനെ വലിപ്പമില്ല, കുറച്ച് കാണാനൊക്കെ ലുക്കുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതും റേറ്റ് സെയിമാണ്, ഈ പറയുന്ന 4000 രൂപ താഴെയുള്ള റേറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഉടനെ വരുന്നതായിരിക്കും. ഇത് എൻ്റെ ഒരു സുഹൃത്തിനും വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും സാധനം ഓർഡർ ചെയ്തത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ 1 or 2 മെയിനായിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ 1 or 2 വൈഫൈ ക്യാമറ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനം വേണമെങ്കിൽ നോക്കണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആമസോണിലൊക്കെ ആണെങ്കിൽ കയറിയിട്ട് വൈഫൈ ക്യാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരുപാട് കമ്പനിയുടെ സാധനങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് നല്ലത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ZVSൻ്റെ ക്യാമറയാണ് കുറച്ചും കൂടി ക്ലാരിറ്റി ഒക്കെ നല്ലത്. ഇപ്പോൾ ഈ ക്യാമറയ്ക്കാണെങ്കിൽ ഞാൻ നോക്കുന്ന സമയത്ത് രാത്രി ശരിക്കും പറഞ്ഞാൽ പകൽ പോലെ തന്നെ വ്യക്തമാണ്, നമുക്ക് ഒരു ലൈറ്റും ഇല്ലെങ്കിൽ പോലും നല്ല ക്ലിയർ ഉണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ്.